ഇന്നലെ ഞാൻ മാവേലിക്കര വരെ പോയിരുന്നു. ഈ നമ്മുടെ ഹരിവരാസനം അതുപോലെ തന്നെ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിരവധി രേഖകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി മാവേലിക്കരയിലൊക്കെ ഒന്ന് പോയിരുന്നു. പന്തളം മാവേലിക്കരയൊക്കെ ഒന്ന് പോയിരുന്നു. അപ്പോൾ പോയ കൂട്ടത്തിൽ കേട്ടൊരു അനൗൺസ്മെൻറ്റ്, എന്നെ കൗതുകം ഉണ്ടാക്കിയ ഒരു അനൗൺസ്മെൻ്റാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് തദ്ദേശത്തിലേക്ക് കയറാം. ഒരു മൈക്ക് അനൗൺസ്മെൻറ്റ് പോവുകയാണ്. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി വനിതയാണ്. വനിതാ സ്ഥാനാർത്ഥി, പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ വനിതാ സ്ഥാനാർത്ഥിയുടെ അനൗൺസ്മെൻ്റ് ആണ്. സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള മൈക്ക് റെക്കോർഡഡ് അനൗൺസ്മെൻ്റ് ആണ്. അപ്പം ഈ വെഞ്ഞാറമൂട് വഴി ഇപ്പോൾ പോകുമ്പോൾ ഭയങ്കര ട്രാഫിക് പ്രശ്നമുള്ള സ്ഥലമാണ്. ഇപ്പോൾ അവിടെ മേൽപ്പാലം പണിയുന്നുണ്ട്. അപ്പോൾ വാഹനം കുറേ സമയം, പോകുന്ന വാഹനം കുറേ സമയം നിർത്തിയൊക്കെ ഇട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. നിർത്തിയേ പോകാൻ പറ്റും. അങ്ങനെ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് വന്ന വാഹനത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുകയാണ്, അഴിമതി വിരുദ്ധയായ നിസ്വാർത്ഥ സേവകയായ ആടയാഭരണങ്ങളൊന്നുമില്ലാത്ത, ആടയാഭരണങ്ങളില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ച മലയാളം എന്താണെന്നറിയാവോ? തുണിയില്ലാത്തതെന്നാണ്. ആട എന്ന് പറഞ്ഞാൽ തുണിയാണ്, വസ്ത്രം. ആഭരണം ഓക്കെ. അപ്പോൾ ഇങ്ങനെ പ്രാസം ഒപ്പിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ നല്ല സൗന്ദര്യമുള്ള കാര്യങ്ങളുണ്ട്. കോഴിക്കോട് ഒരു വനിതാ MLA ആയിരുന്ന, പിന്നീട് MLA ആയിരുന്ന ഒരു വനിതാ MLA കല്യാണം. ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ ആയതുകൊണ്ട് വളരെ ലളിതമായ ഒരു കല്യാണമാണ്. അവർ പാർട്ടിക്കാരിയാണ്. അവിടെ ഒരു വലിയ നേതാവ് പ്രസംഗിച്ച് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ യോഗമൊക്കെ ഉണ്ടായിരുന്നു. ആടയാഭരണങ്ങൾ പോലും ഇല്ലാതെ കഴിഞ്ഞ 30-40 വർഷമായി പൊതുരംഗത്ത് നിൽക്കുന്ന ഈ വനിത, പിന്നെ സഖാവ് ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുകയാണ്? വിവാഹിതയായിരിക്കുകയാണ്. അപ്പം ജനങ്ങൾക്ക് ആടയുടെ അറിയാമെന്നുള്ളവരെല്ലാം കൈയടിച്ചു, അറിഞ്ഞുകൂടാത്തവരും കൈയടിച്ചു. ഞാനിത് പറഞ്ഞത്, കേരളത്തിൽ പഞ്ചായത്ത് രാജ് തിരഞ്ഞെടുപ്പ് അതിശക്തമായി പോവുകയാണ്. അതിലേറ്റവും വിഷമകരമായ കാര്യം, 3 വിഷയങ്ങളാണ് പഞ്ചായത്ത് രാജിൽ ചർച്ചയ്ക്ക് വന്നത്. എവിടെ പോയാലും പോറ്റിയെ കേറ്റിയോ എന്നുള്ള പാട്ടും ശബരിമല ഒരു വലിയ വിഷയമായി ചർച്ചയ്ക്ക് വന്നു. രണ്ടാമത് ചർച്ചയ്ക്ക് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. മൂന്നാമത് വന്നത് PM ശ്രീ, അതുപോലത്തെ കാര്യങ്ങൾ. പിന്നെ മുഖ്യമന്ത്രിയുടെ കാർ വാങ്ങൽ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ ചർച്ചയ്ക്ക് വന്നില്ല. ഒരു പ്രകടന പത്രികയും ആരും ചർച്ച ചെയ്തില്ല. ഒരു മുന്നണിയും. ഞാൻ പറഞ്ഞല്ലോ, മാവേലിക്കര വരെ പോയിട്ടുള്ള ചെറിയ ദൂരമല്ല. 3 മണിക്കൂർ അങ്ങോട്ട്, 3 മണിക്കൂർ, 6 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ എല്ലാ തെരുവോരങ്ങളിലും വലിയ വലിയ പ്രസംഗങ്ങൾ കേൾക്കുകയാണ്. കൊച്ചു കൊച്ചു യോഗങ്ങളാണ്, വലിയ പ്രസംഗമാണ് കേൾക്കുന്നത്. എല്ലാ നേതാക്കളും പ്രസംഗിക്കുന്നത്, കോൺഗ്രസ്സുകാർ പ്രസംഗിക്കുകയാണെങ്കിൽ, BJPക്കാർ പ്രസംഗിക്കുകയാണെങ്കിൽ ശബരിമല, അതുപോലെ തന്നെ PM ശ്രീ. ഇടതുപക്ഷം പ്രസംഗിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതല്ലാതെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ചർച്ചയുടെ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ പോയ ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചുള്ള, നമ്മൾ ആദ്യം മുതലേ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. തൂക്ക് സഭയായിരിക്കും. BJPക്കും അത്യാവശ്യ സീറ്റുകൾ വരും, പക്ഷേ BJPയുടെ ചില സീറ്റുകളൊക്കെ ചിലപ്പോൾ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. പിന്നെ CPMന് വലിയ നഷ്ടം വരും. ആ നഷ്ടം കോൺഗ്രസ് പിടിക്കും. അപ്പോൾ BJPയും കോൺഗ്രസും CPMും തരാതരം വരികയും അതിൽ BJP ഇല്ലാത്ത ഒരു മുന്നണി വന്നാലും അത്ഭുതമില്ല. പുറത്തു നിന്നൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് CPMോ കോൺഗ്രസോ ഭരിച്ചാൽ അത്ഭുതമില്ല എന്ന് ഞങ്ങൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. അത് തന്നെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകൾ എടുത്താൽ അത് തരാതരം പോലെ UDFന് ഒരു അപ്പർ ഹാൻഡ് പലപ്പോഴും വന്നിട്ടുണ്ട്. അതിൻ്റെ സാധ്യത കാണുന്നു. ഗ്രാമപഞ്ചായത്തിൽ എടുത്താലും വലിയ വ്യത്യാസമില്ലാത്ത രീതിയിൽ 5-10 പഞ്ചായത്തുകളുടെയൊക്കെ വ്യത്യാസത്തിലായിരിക്കും വരുന്നത്. ജില്ലാ പഞ്ചായത്തുകളും അങ്ങനെയൊക്കെ തന്നെ 7-7 അല്ലെങ്കിൽ 6-8 എന്നൊക്കെ രീതിയിലൊക്കെ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന വളരെ വിശദമായ കാര്യങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് പോൾ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാം. ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും വലിയ പ്രചണ്ഡമായ പ്രചരണമാണ്. ഇന്നലെ 6 മണി വരെ പ്രചരണമുള്ളത് കൊണ്ട് പല സ്ഥലങ്ങളിലും ഘോരഘോരം. ഞങ്ങൾ മാവേലിക്കരയിൽ തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ 2-2.5 മണിക്കൂറാണ് പല സ്റ്റോപ്പുകളിലുമായിട്ട് എല്ലാം കൂടി എടുത്തത്, റോഡിൽ കടന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ വലിയ ആവേശ കൊടുമുടി. നമ്മൾ സാധാരണ തെരഞ്ഞെടുപ്പിനെ കാണുന്നതിനേക്കാൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ആവേശമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ വലിയ ആഘോഷവും ആവേശവുമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വോട്ടിലേക്ക് പോകുമ്പോൾ ഒരു 70-75% അപ്പുറം പോകാറില്ല. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു 80 വരെ പോകാറുള്ളൂ. അതെന്തുകൊണ്ട് 90-95 ആക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മരിച്ചുപോയവരോ നാട്ടിലില്ലാത്തവരോ ഒഴിച്ച് എല്ലാവരെയും വോട്ട് ചെയ്യിക്കാൻ നമുക്ക് കഴിയുന്നില്ല. 2020 കുറച്ച് പഞ്ചായത്തുകൾ പിടിക്കാൻ സാധ്യതയുണ്ട്. ആം ആദ്മി കുറേ വാർഡുകൾ പിടിക്കാൻ സാധ്യതയുണ്ട്. PV അൻവറിന്റെ പാർട്ടി കുറച്ച് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അത്യാവശ്യം നില നന്നായി മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് മൊത്തത്തിൽ നില മെച്ചപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അടുത്ത ഭരണവും കോൺഗ്രസിലേക്ക് പോകും എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് കോൺഗ്രസ് മെച്ചപ്പെട്ട് വരുന്നത്.
അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇടതുപക്ഷം ക്ഷേമനിധിയൊക്കെ കൊടുത്തെങ്കിലും അതിനൊരു റിസൾട്ട് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ ശബരിമല വിഷയവും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും രാഹുൽ ഈശ്വറും ഒക്കെ ആയിട്ട് ചാനലുകളെല്ലാം മുഴുവൻ അതിന്റെ പിറകെ പോവുകയും അതിന്റെ ഒരു ടെമ്പോയിൽ ഇതൊന്നും ചെയ്തെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല. അവർക്ക് വേണ്ടത്ര അങ്ങനെ ഒരു പ്രചരണം ഇറങ്ങാനും കഴിഞ്ഞില്ല. ആ രീതിയിൽ അവർക്ക് കൊണ്ടുവരാൻ ചാനലുകളിലൊക്കെ അവർ പ്രതിരോധിക്കേണ്ടി വരുന്ന പ്രതിരോധ സേനയായി മാറേണ്ടി വന്നു, ന്യായീകരണ സേന. അല്ലാതെ ഒരു വിജയസേനയായി അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പറയുമ്പോഴും കേരളത്തിലെ ഗ്രാസ് റൂട്ട് ലെവൽ എടുത്താൽ, പ്രാദേശിക തലം എടുത്താൽ, സംഘടനാ ബലം കൊണ്ട് ഇപ്പോഴും ഒന്നാമത് നിൽക്കുന്നത് CPM-ഉം ഇടതുപക്ഷവും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ അപ്പർ ഹാൻഡ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്തിൽ ചിലതൊക്കെ മാറിമറിയാം, ചിലത് കിട്ടാതിരിക്കാം. അങ്ങനെ പല രൂപത്തിലേക്കാണ് ഇതിന്റെ രീതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ ശബരിനാഥിന്റെ ഒക്കെ പറയുകയാണെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയാണ്. വലിയ അനിശ്ചിതത്വമാണ് അവിടെ ഉള്ളത്. കാരണം അവിടെ മസൂൻ കഴിഞ്ഞ പ്രാവശ്യം ഓരോ വോട്ടിനാണ് BJP തോറ്റത്. മാത്രമല്ല മസൂനൻ നായർ ശാസ്തമംഗലം വാർഡിൽ നിന്ന് കഴിഞ്ഞ കൗൺസിലർ വളരെ സജീവമായി അവിടെ വലിയ ഭീഷണി ഉയർത്തി. ശബരിയുടെ കൂടെയുണ്ട്. ശബരി ആദ്യം പറഞ്ഞ ഒരു കോൺഫിഡൻസ് ഇപ്പൊ കുറഞ്ഞതുമായിട്ടാണ് കാണുന്നത്. അതേസമയം മുട്ടട വാർഡ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കുന്ന വാർഡുകളാണ് പറയുന്നത്. മുട്ടട വാർഡ് എടുത്തു കഴിഞ്ഞാൽ വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന വനിത, പെൺകുട്ടിയാണ്. വനിത എന്ന് പറയാനുള്ള 24 വയസ്സേ ഉള്ളൂ. അവർ KSUവിന്റെ വലിയ നേതാവൊക്കെ ആയിരുന്നു. അവരുടെ സ്ഥാനാർത്ഥിത്വം തന്നെ വലിയ പ്രതിസന്ധിയിലായി. അവസാനം ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് അവർ സ്ഥാനാർത്ഥി തന്നെ ആയത്. വേറൊരാൾ കൊണ്ട് പരാതി കൊടുത്തതിന് ഫലമായി അവർ ജയിക്കും എന്നുള്ള നിലയിലുള്ള വലിയ പ്രചണ്ഡമായ പ്രചരണമാണ് മുട്ടടയിൽ നടക്കുന്നത്. അവർ ഈ സംസ്ഥാന അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ജയിച്ചാലും അത്ഭുതമില്ല. അതിങ്ങനെ ഓരോ വാർഡ് അത്ഭുതമല്ല, ജയിക്കാനാണ് സാധ്യത. ഞങ്ങളുടെ ഒരു ഇവാലുവേഷൻ അനുസരിച്ച് ജയിക്കാനാണ് സാധ്യതയുള്ളത്. അങ്ങനെ ഓരോ മണ്ഡലങ്ങൾ, ഓരോ വാർഡുകൾ എടുത്താൽ നമുക്ക് ഇപ്പോൾ ശ്രീലേഖ IPS വളരെ ടൈറ്റായിട്ടാണ് അവിടെ മത്സരം പോയിക്കൊണ്ടിരിക്കുന്നത്. രാജേഷിന്റെ മത്സരം കുറച്ച് ഈസി ആയിട്ട് കാണുന്നു. അതേസമയം മഹേശ്വരൻ നായരത് കുറച്ച് ടൈറ്റായിട്ട് വരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് ചില സ്ഥലങ്ങളിൽ ടൈറ്റാണ്, ചിലയിടത്ത് വലിയ ഈസിയാണ് കാര്യങ്ങൾ. രാഹി രവികുമാറിന് ഇപ്രാവശ്യം വലിയ ടൈറ്റായിരിക്കും മത്സരം. അവിടെ 2 കാൻഡിഡേറ്റും നല്ല കാൻഡിഡേറ്റുകളാണ്. അപ്പോൾ അവിടെ വലിയൊരു പ്രശ്നം വരാം. അങ്ങനെ ഓരോ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വരും. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ഒരുപക്ഷെ BJP പിടിച്ചേക്കാം. കഴിഞ്ഞ പ്രാവശ്യം 17 സീറ്റ് ഉണ്ടായിരുന്നു. പന്തളം മുനിസിപ്പാലിറ്റി അവർ നിലനിർത്താൻ സാധ്യതയുണ്ട്. സുരേഷ് ഗോപിയൊക്കെ പോയാണ് അവസാനം അവിടെ യോഗമൊക്കെ നടത്തിയത്. സാധ്യതയുണ്ട്. പാലക്കാട് നിലനിർത്താൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കേരളത്തിലാകെ എടുത്തു കഴിഞ്ഞാൽ BJPയുടെ നില BJP മെച്ചപ്പെടുത്താൻ വലിയ സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. CPM-ന്റെ നില ആയും കുറച്ച് പരുങ്ങലിലേക്ക് വരും. കോൺഗ്രസിനും കുറേയധികം മെച്ചപ്പെടുത്തൽ നടക്കും. അതുപോലെ തന്നെ CPM അതേസമയം സീറ്റിന്റെ എണ്ണം കണക്കാക്കുമ്പോൾ CPM-ന് വലിയ കുറവൊന്നും വരാൻ സാധ്യതയില്ല. എന്നാൽ കോൺഗ്രസ് കുറേ നില മെച്ചപ്പെടുത്തും. CPM-നുണ്ടാവുന്ന കോട്ടം BJP-യും കുറച്ച് കൊണ്ടുപോകും. അങ്ങനെ ഒരു വല്ലാത്തൊരു രീതിയിലായിരിക്കും ഈ കാര്യം. പിന്നെ കുന്നത്തുനാട് പോലുള്ള കാര്യങ്ങൾ 2020 നമ്മൾ പറഞ്ഞല്ലോ, ആം ആദ്മിയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ നിലയിലുള്ള പിന്നെ സ്വതന്ത്രർ കുറച്ച് സ്ഥലത്തെങ്കിലും സ്വതന്ത്രർ ജയിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ അല്ല. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഗൗരവതരമായ എല്ലാവർക്കും വൻപിച്ച സ്വീപ്പിംഗ് വിക്ടറി എന്നൊക്കെ പറയുന്ന തൂത്തുവാരി എന്ന് പറയുന്ന റിസൾട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഒരു കർട്ടൻ റൈസറാണ് സെമി ഫൈനൽ. ഇപ്പോൾ വരുന്ന കുറവുകൾ നികത്തുന്ന, അത് പ്രതിപക്ഷമായാലും BJP ആയാലും എങ്ങനെ നികത്തും എന്നതിനെ ആശ്രയിച്ചാണ് അവരുടെ വരവ്. അല്ലെങ്കിൽ മൂന്നാം ഊഴവും കാർ വാങ്ങിയാലും ലോറി വാങ്ങിയാലും എന്തു ചെയ്താലും പിണറായി വിജയന്റെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ് മറ്റവരുടെ സാധ്യതകൾ എന്നുള്ളതും നമുക്ക് വിലയിരുത്തപ്പെടേണ്ടതാണ്.